നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നത്, അതോടൊപ്പം തന്നെ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുന്നത്. സാമൂഹ്യ പാഠത്തിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 10ാം ക്ലാസ്സിന് ശേഷം വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുത്ത് പഠിക്കാൻ അനുയോജ്യമായ തൊഴിലധിഷ്ഠിത കോഴ്സുകളെ കുറിച്ചാണ്. ഇതേക്കുറിച്ച് സംസാരിക്കാനും നമ്മുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി ഇവിടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കരിയർ കൺസൾട്ടന്റായ ശ്രീ ലവകുമാർ സാറാണ്. അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ +2-ന് ശേഷം ഏത് ഗ്രൂപ്പ് എടുത്ത് പഠിക്കണം, ഏത് ബ്രാഞ്ചിലേക്ക് പോകണം എന്നുള്ളത് തീർച്ചയായിട്ടും ഇപ്പോഴും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കുട്ടികളുടെ അഭിരുചി അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന അവസരങ്ങൾ ഇന്ന് എന്തൊക്കെയുണ്ട്? ശരിക്കും ഒരു ഏതൊരു വ്യക്തിയുടെയും ജീവിതാഭിലാഷം എന്ന് പറയുന്നത് പഠനത്തിന് ശേഷം സന്തോഷകരമായ ഒരു ജോലിയിൽ ഏർപ്പെട്ട് വരുമാനം നേടുക, അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. ഇത് വ്യക്തിക്ക് മാത്രമായിരിക്കില്ല, വ്യക്തിയുടെ മാതാപിതാക്കൾക്ക് ഇത് തന്നെ ആയിരിക്കും ലക്ഷ്യം. അപ്പോൾ അതിനുപകരിക്കുന്ന രൂപത്തിൽ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണം. പലപ്പോഴും അതിന് തീരുമാനമെടുക്കേണ്ടത് 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ കഴിയുന്നതോടൊപ്പമായിരിക്കും. അപ്പോൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒരു കുട്ടിക്ക് തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഡോളസൻസ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടിയാണ്, അതിനകത്തോട്ട് എത്താൻ പോകുന്ന ഒരു കുട്ടിയാണ്. അത്തരം കുട്ടിക്ക് വ്യക്തമായ ഒരു തീരുമാനം തനിക്ക് ഏത് പാതയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ സാധിച്ചെന്ന് വരികയില്ല. അപ്പൊ അതിനൊരു കൈത്താങ്ങ് കൊടുക്കേണ്ടി വരും, ഒരു സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ആ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വ്യക്തമായിട്ട് ആ കുട്ടിക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് പാരന്റ്സ് ആയിരിക്കാൻ നിൽക്കേണ്ടത്. അപ്പോൾ പാരന്റ്സ് ഈ കുട്ടികൾക്ക് വ്യക്തമായിട്ട് അവരുടെ അഭിരുചി എന്താണ് എന്ന്, ആ കുട്ടിക്ക് അഭിരുചി എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നത് മാതാപിതാക്കൾക്കും അവരുടെ അടുത്തറിയുന്ന ടീച്ചേഴ്സിനുമായിരിക്കും, വ്യക്തികൾക്കുമായിരിക്കും. അപ്പോൾ അവരത് മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടിയെ നേർവഴിക്ക് നയിക്കേണ്ടതാണ്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അല്ല ഒരു തീരുമാനം വരുന്നതെങ്കിൽ പോലും 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ അവരുടെ ഏത് കോഴ്സിൽ പഠിക്കുന്നു, ഉദാഹരണമായിട്ട് ഒരു കുട്ടിക്ക് താല്പര്യം എഞ്ചിനീയറിംഗ് പഠിക്കാനാണ് താല്പര്യമാണെന്നിരിക്കട്ടെ, പക്ഷെ ആ കുട്ടിയെ നമ്മൾ നേരെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിലാണ് ചേർത്തിട്ടുള്ളതെങ്കിൽ അവർക്ക് എഞ്ചിനീയറിംഗ് മേഖലയിലോട്ട് പോകാൻ പറ്റുകയില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടിക്ക് വ്യക്തമായിട്ട് അയാളുടെ പാരന്റ്സോ അടുത്തുള്ള ടീച്ചേഴ്സോ അയാളെ അതിനനുസരിതമായിട്ടുള്ള ഒരു 12ാം ക്ലാസ്സിലേക്കുള്ള ഒരു കോഴ്സിലോട്ട് കടത്തിവിടണം. അപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടുന്ന കോഴ്സുകളുണ്ട്, അല്ലെങ്കിൽ കുറെ കൂടുതൽ പഠിച്ചതിന് ശേഷം ഉയർന്ന ജോലി കിട്ടുന്ന കോഴ്സുകളുണ്ട്, അക്കാഡമിക് കോഴ്സുകളുണ്ട്, പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. ഇതിൽ ഏത് കോഴ്സുകളാണ് വേണ്ടത് എന്നുള്ളത് കുട്ടി തീരുമാനിക്കണം. ആ കുട്ടി തീരുമാനിക്കേണ്ട പ്രായം എപ്പോഴും ഒരു 12ാം ക്ലാസ് കഴിയുമ്പോൾ കുട്ടിക്ക് തന്നെ 100% കുട്ടിക്ക് തന്നെ തീരുമാനം എടുക്കാൻ വിട്ടുകൊടുക്കണം. പക്ഷെ 10ാം ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ കുട്ടിക്ക് വേണ്ട ഒരു കൈത്താങ്ങ് കൊടുത്തു വേണം കുട്ടിയെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ആരാണ്? സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. നമസ്കാരം. പറയൂ. ഇപ്പം ഏത് കോഴ്സിന് പോയാലാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്? അതെ, ഓക്കെ. BSc ബോട്ടണി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന കോഴ്സ് MSc ബോട്ടണി ആണ്. പക്ഷേ അതോടൊപ്പം ഒട്ടനവധി കോഴ്സുകളുണ്ട്. BSc ബോട്ടണിക്കാർക്ക് പോകാവുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് മേഖലയാണ് MSc ഫോറസ്ട്രി. MSc ഫോറസ്ട്രിക്ക് പോകാം. അങ്ങനെയും ആ കുട്ടിയുടെ താല്പര്യം കൂടെ നോക്കണം. ബോട്ടണി കഴിഞ്ഞിട്ട് ഫോറസ്ട്രിയിൽ പോകണമെങ്കിൽ MSc ഫോറസ്ട്രിക്ക് പോകാം, അതിന് MSc ബോട്ടണിക്ക് പോകാം. അപ്പൊ ഇങ്ങനെ ഏത് കോഴ്സാണ് താല്പര്യം എന്ന് വെച്ചാൽ അതിന് പോകാം. പ്ലെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ MSc ബോട്ടണിയാണ്, 2 വർഷത്തെ കോഴ്സാണ്. അത് കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് MSc ബോട്ടണി കൊണ്ട് കഴിഞ്ഞതിന് ശേഷം എൻട്രൻസ് എക്സാമിനേഷനോ വൈൽഡ് ലൈഫ്. ഓക്കെ, അതാണ് വൈൽഡ് ലൈഫിലോട്ട് പോകാം. MSc ഫോറസ്ട്രിയിലോട്ട് എന്തോ ഒന്നുകൂടെ പറയാമോ? കേട്ടില്ല. ഹലോ,
പറഞ്ഞോളൂ. വൈകുന്നേരം ഫോറസ്റ്റ് കൺസർവേഷന് പോയി. ആ ഹലോ ഹലോ ഫോറസ്റ്റ് കൺസർവേഷൻ ആ ഇത് ഓഷനോഗ്രഫി. ആ പറയുന്നത് ഓഷ്യാനോഗ്രാഫി. അപ്പൊ അതൊരു നമുക്ക് കേരളത്തിൽ ഒരു കോളേജ് ഉണ്ട് അതിന്റെ ഓഷ്യാനോഗ്രാഫി പഠിപ്പിക്കുന്നത്. അത് കൊച്ചിയിലാണ്. കൊച്ചിയിലുള്ള ഫിഷറീസ് കോളേജാണ്. മറൈൻ ഫിഷറീസ് കോളേജാണ്. അവിടെ ചേർന്ന് പഠിക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷേ ഈ ഫിഷറീസ് എന്ന് പറയുമ്പോഴും അത് പിന്നെ ഫോറസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് മേഖലയാണ്. നമ്മുടെ കുട്ടിയുടെ താല്പര്യം കൂടെ നോക്കിയിട്ട് വേണം കുട്ടിയെ അയക്കാനായിട്ട്. ഇപ്പൊ ബോട്ടണി തിരഞ്ഞെടുക്കുമ്പോൾ വ്യക്തമായിട്ട് കുട്ടിയുടെ മനസ്സിലുള്ളത് പ്ലാന്റ് ബേസ് ചെയ്തിട്ടുള്ള സംഗതി ആയിരിക്കാം. ഓക്കെ, താങ്ക് യു. വിളിച്ചതിൽ വളരെ താങ്ക് യു. സാർ പറഞ്ഞു 10ാം ക്ലാസ് കഴിയുമ്പോൾ കുട്ടി മാതാപിതാക്കൾക്ക് തിരഞ്ഞെടുക്കാം കുട്ടി ഏത് ഗ്രൂപ്പ് എടുക്കണമെന്ന്. +2 കഴിയുമ്പോൾ കുട്ടിക്കും തീരുമാനങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു പ്രോപ്പർ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് ഏത് ക്ലാസ് മുതലാണ് തുടങ്ങേണ്ടത്? 10ാം ക്ലാസ് മുതലാണ് തുടങ്ങുന്നത്. 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനുപകരിക്കുന്നത് ഈ സാധാരണ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ, ഗ്രേഡ് സ്കോർ ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിരിക്കും പ്രവണത. അത് മാത്രമല്ല, അവർക്കൊരു കരിയർ ഓറിയന്റേഷൻ കൊടുക്കണം. മാതാപിതാക്കൾക്കും അത് നൽകേണ്ടതാണ്. അങ്ങനെ നൽകിയിട്ട് ഈ കുട്ടിയുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് മനസ്സിലാക്കണം. സാധാരണ ഓരോരുത്തർക്കും എല്ലാ കുട്ടികളും ഇന്റലിജന്റ് കുട്ടികളാണ്. ഒരു കുട്ടിക്ക് ഒരു ഇന്റലിജന്റിലാണ് വ്യക്തത ഉള്ളതെങ്കിൽ മറ്റൊരു കുട്ടിക്ക് വേറൊരു രൂപത്തിലായിരിക്കും. സയൻസ് പറയുന്നത് എല്ലാ വ്യക്തികളിലും 9 വ്യത്യസ്ത ഇന്റലിജൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ചില കുട്ടികൾക്കാണെങ്കിൽ പാടുവാനുള്ള നൈസർഗികമായ ഒരു കഴിവായിരിക്കും. ചില കുട്ടികൾക്കാണെങ്കിൽ ആർട്ട്പരമായിട്ടുള്ള ഒരു കഴിവായിരിക്കും ഉണ്ടായിരിക്കും. മറ്റു കുട്ടികൾക്കാണെങ്കിൽ ചില കുട്ടികൾക്ക് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഴിവായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും ഇങ്ങനെ വ്യത്യസ്ത കഴിവുകൾ ഉണ്ടെങ്കിൽ ആ കഴിവ് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള ഘടകം. അതിൽ നാം വിജയിക്കുകയാണെങ്കിൽ കുട്ടി നല്ലൊരു ട്രാക്കിലോട്ട് പോകും. ഇപ്പൊ നൈസർഗികമായ കഴിവ് ലിംഗ്വിസ്റ്റിക് ആണെന്നിരിക്കട്ടെ. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? നമസ്കാരം. നമസ്കാരം. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് LLB കോഴ്സിന് ചേരുന്നതിന് കേരളത്തിലുള്ള സൗകര്യങ്ങൾ എവിടെയൊക്കെയാണ് സാർ? നല്ല ചോദ്യമാണ് സാർ. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ശരിക്ക് LLB ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ സ്വല്പം മുൻപ് പറഞ്ഞതുപോലെ ഈ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, ഭാഷാപരമായിട്ടുള്ള കഴിവ്, അതുപോലെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇത് രണ്ടിലും മുഖ്യ ഘടകമായി നിൽക്കുന്ന ഒരു കുട്ടിക്ക് പോകുവാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ഈ ലോ എന്ന് പറയുന്നത്. ലോ പഠിക്കേണ്ടത് എപ്പോഴും 12ാം ക്ലാസ്സിന് ശേഷമാണ്. പക്ഷെ 10ാം ക്ലാസ് കഴിഞ്ഞുടൻ തന്നെ അയാളുടെ മൈൻഡ് സെറ്റ് ലോയിൽ നിർത്തിക്കൊണ്ട് അതിനു വേണ്ടിയുള്ള എൻട്രൻസിന് കൂടെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സജ്ജീകരണത്തിലോട്ട് പോകണം. LLB 2 ടൈപ്പ് LLB ആണ് ഉള്ളത്. ഒന്ന് 5 ഇയർ ഇന്റഗ്രേറ്റഡ് LLB എന്ന് പറയും. 5 ഇയർ ഇന്റഗ്രേറ്റഡ് LLB. ആ 5 ഇയർ ഇന്റഗ്രേറ്റഡ് LLB നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ കോളേജുകളിലും, ലോ കോളേജുകളിലും 5 ഇയർ ഇന്റഗ്രേറ്റഡ് LLB ഉണ്ട്. അത് കേരളത്തിലുള്ളത് കൊണ്ട് നാഷണൽ ലെവലിലുള്ള ലോ യൂണിവേഴ്സിറ്റികളുണ്ട്. നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം 16 നാഷണൽ യൂണിവേഴ്സിറ്റികളുണ്ട് ലോ പഠിപ്പിക്കാനായിട്ട്. അതിൽ ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിലുമുണ്ട്. അത് എറണാകുളത്തെ കല്ലൂർ ഭാഗത്താണ് ആ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർ 12ാം ക്ലാസ്സിൽ എത്തുമ്പോൾ തന്നെ ആ 12ാം ക്ലാസ്സിന്റെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ വരുമ്പോൾ ഇതിന്റെ എൻട്രൻസിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ വിളിക്കും. ഇപ്പോൾ ഡിസംബർ, ജനുവരിയിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ വിളിക്കുകയാണ്. ഈ ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ അതിന് ടെസ്റ്റ് എഴുതണം. അതിന്റെ എൻട്രൻസ് ടെസ്റ്റിന്റെ പേര് ക്ലാറ്റ് എന്നാണ്. അപ്പൊ ക്ലാറ്റ് എക്സാമിനേഷൻ എഴുതണം. ലോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, കോമൺ ലോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇന്ത്യ മുഴുവനും ഒരു ഒറ്റ ടെസ്റ്റാണ്. ആ ടെസ്റ്റിൽ ക്വാളിഫൈഡ് ആയാൽ കുട്ടിക്ക് ഫീസ് തന്നെ അവിടെ ഇല്ല. വളരെ തുച്ഛമായ ഫീസോട് കൂടി 5 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സ് പഠിക്കാം. അപ്പോൾ ഈ 5 ഇയർ കഴിയുമ്പോൾ ഡ്യുവൽ ഡിഗ്രിയാണ് അവർക്ക് കിട്ടുന്നത്. BA LLB, ഒരു BA ഡിഗ്രി